2025 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച പൂരാടം നക്ഷത്രക്കാർക്ക്. അപ്പം നക്ഷത്രം പൂരാടാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജനിച്ച 5-ാം തീയതി ആണെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 5-നാണെങ്കിൽ ജനിച്ചെങ്കിൽ ജാനുവരി 5-ൻ്റെ മലയാള മാസം നോക്കിയാൽ മതി. ഇനി തുലാമാസം ജനിച്ചവരുടെ തുലാമാസത്തിൽ ജനിച്ച പൂരാട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജാനുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഫെബ്രുവരി മാസം കുടുംബപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. ഏപ്രിൽ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മെയ് മാസം അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദീർഘയാത്രകൾക്കെല്ലാം അവസരമുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജൂൺ മാസം അച്ഛനും മക്കളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദീർഘയാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. മാതാവിന് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂലൈ, ആഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദീർഘയാത്രകൾക്ക് അവസരമുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ. മാതാവിന് അത്ര നല്ല സമയമൊന്നുമല്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരം, ഭാഗ്യമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും.
സഹോദരാദികൾക്ക് നല്ലതാണ്, ജോലി കിട്ടാം, പ്രമോഷനെല്ലാം കിട്ടാമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ചില ശത്രുതയും തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാക്കാം, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, കേസ് വഴക്കിനൊന്നും പോകരുത്. മാർച്ച് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വിദ്യാഭ്യാസപരമായിട്ടും. ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയ മാസമല്ല, വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല. മെയ് ജൂൺ മാസങ്ങൾ, മെയ് മാസം നോക്കാം. കാര്യവിജയം, ആരോഗ്യം. മെയ് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, കേസ് വഴക്കിനൊന്നും പോകരുത്. ജൂൺ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂലൈ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. അച്ഛനും പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിനും ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ, ആദ്യം ഓഗസ്റ്റ് നോക്കാം. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. മാതാവിനും അത്ര നല്ല സമയമല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ, ആരെങ്കിലും പറ്റിക്കാനെല്ലാം സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസം ദൂരയാത്രകളെ കൊണ്ടെല്ലാം പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം കാര്യവിജയം, ആരോഗ്യം, വ്യക്തിപരമായിട്ട് കൊള്ളണം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് നവംബർ. പക്ഷേ കുറച്ച് മനസ്സമാധാനക്കുറവും കാണുന്നുണ്ട്. ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം
കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയോ ഇതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ഇനി ധനുമാസത്തിൽ ജനിച്ച പൂരാട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ പൊതുവെ മോശമായിട്ട് കാണുന്നു. കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുതകളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ മാർച്ച് മാസത്തിൽ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനുള്ള ഗുണമുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി മാർച്ച് മാസം കുഴപ്പമില്ല. ഏപ്രിൽ മാസം ഏപ്രിൽ മാസം പുതിയ കർമ്മങ്ങളെല്ലാം, വസ്തുവാഹനങ്ങളല്ല, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഏപ്രിൽ മാസം. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ചിലപ്പം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുക, ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുക, അതിലൂടെ ചെറിയ മനപ്രയാസങ്ങളും ഉണ്ടാക്കും. മെയ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. കേസ് വഴക്കിലൊന്നും പോകരുത്. ജൂലൈ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. എല്ലാ കാര്യത്തിലും ഒരു കാര്യവിജയം നേടുന്നൊരു മാസങ്ങളാണ്. ആരോഗ്യം നല്ലതാണ്. കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ്, ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദീർഘയാത്രകൾക്ക് അവസരം. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിന്, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. ഡിസംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം.